ഇന്ന് നമ്മുടെ സ്പെഷ്യൽ വിഭവമാണ് പോർക്കിറച്ചിയും കൂർക്കയും. പോർക്കിറച്ചി 2 കിലോ പോർക്കിറച്ചി നമ്മൾ അതിനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് 5-6 പച്ചമുളക് കൂടി ചേർത്ത്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി നമ്മുടെ പ്രിയ സുഹൃത്ത് സാനുവിൻ്റേതാണ്. സാനു നമ്മുടെ കൂടെ തന്നെയുണ്ട്. സാനു ആണ് ഇന്ന് സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നത്. ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഏകദേശം 1/2 സ്പൂൺ മതിയാവും. ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിക്കും. അതിനുശേഷം നമുക്ക് കുക്കറിലടിച്ച് ഒരു 2 വിസിലടിക്കുന്നവരെ ഓക്കെ. നമ്മുടെ പോർക്കിറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ആ വെള്ളത്തിലാണ് നമ്മൾ കൂർക്ക ഇട്ട് വേവിക്കുന്നത്. കൂർക്ക നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ കൂർക്ക അതിൻ്റെ അകത്തേക്ക് ഇട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ശ്രദ്ധിച്ചിടണം. ആവശ്യം നോക്കി ഉപ്പ് ചേർക്കുക. കൂർക്ക വേവിക്കാൻ വെക്കുമ്പോഴേക്ക് നമ്മുടെ സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം നമ്മൾ അരിഞ്ഞിവിടെ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ നമ്മൾ കൊത്തി വെച്ചിട്ടുണ്ട്. തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പാത്രം റെഡിയാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടാകുമ്പോൾ നമുക്ക് പെരിഞ്ജീരകം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് തേങ്ങ കൊത്തിയത് ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം. ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം പാകമായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളിയാണ് ഇതിന് പ്രത്യേകം ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ഉള്ളി ഇല്ലാത്തവർ സവാള ചേർത്താലും മതി. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അല്പം രുചി കിട്ടും. നമ്മുടെ സവാളയും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുകയാണ്. സവാളയും ഒരല്പം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഏകദേശം നല്ല പാകത്തിൽ കിട്ടി. നമ്മൾ ഇനി പോർക്കിറച്ചി അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യാം. സവാളയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക്, മല്ലി, എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് അതിലേക്ക് ചേർക്കാം. കാരണം ഇത് ഒരുമിച്ച് ചേർക്കുന്നത് ഏകദേശം ഒരു 40 മിനിറ്റോളം നമുക്ക് ഇതിന് വേവിക്കേണ്ടി വരും. ചെറിയ തീയിൽ ഇനി വേവിക്കാൻ പറ്റുള്ളൂ. കാരണം ആദ്യം നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇനി ഈ മസാല അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സായി നല്ലൊരു ഫ്ലേവർ വരുന്നത് വരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ട് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിങ്ങനെ കൊടുക്കണം. ഏകദേശം ഒരു പാകമായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒന്നും കൂടി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു
വിഭവമാക്കി എടുക്കാൻ വേണമെങ്കിൽ ഇന്ന് നമ്മൾ കൂർക്ക ചേർക്കുന്നത് കൊണ്ടാണ് നമ്മളിത്തിരി ലൂസ് ഒരു കറി പോലെ തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് നന്നായി നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ നമ്മുടെ കൂർക്ക വെന്തിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഒരുപാട് വേവണമെന്നില്ല, കാരണം ഇനിയും നമ്മൾ ഈ പോർക്കിറച്ചിയുടെ ഒപ്പം കിടന്ന് ഒന്നും കൂടി അത് വേവാനുള്ളതാണ്, ചെറിയ തീയിലാണെങ്കിൽ പോലും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം, ഉടയാതെ ശ്രദ്ധിക്കണം. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രുചി നഷ്ടപ്പെടും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പതുക്കെ ഇളക്കാവൂ, കൂർക്ക ഉടഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊള്ളാം, നല്ലൊരു സ്മെല്ല് വരുന്ന നല്ലൊരു പ്രത്യേകം പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സ്മെല്ല്, നല്ലൊരു രുചി കിട്ടുന്നൊരു സ്മെല്ലാണ്. ഒക്കെ ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഇന്നത്തെ വിഭവം റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാനായിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സ്പെഷ്യൽ പോർക്കിറച്ചിയും കൂർക്കയും നമുക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഞങ്ങൾ അതോടൊപ്പം തന്നെ ഈ ശ്രമം നടത്തുന്നതിനോടൊപ്പം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക.